വിശുദ്ധ തോമാസ് ലീഹായാൽ സ്ഥാപിതമായ നിലയ്ക്കൽ ദേവാലയത്തിൽ വർഷം തോറും നടന്നുവരുന്ന മാർ തോമാസ് ലീഹായുടെ ദുക്രോനോ പെരുന്നാൾ ജൂൺ 28 മുതൽ ജൂലൈ 3 വരെ ആഘോഷിക്കും. അന്നേ ദിനങ്ങളിലെ തിരുക്കർമ്മങ്ങളുടെ വിവരങ്ങൾ. ജൂൺ 28 ശനി രാവിലെ 7:30 തൊഴിയൂർ സഭയുടെ അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് സിറിൽ മാർ ബസേലിയോസിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന. തുടർന്ന് പെരുന്നാൾ കൊടിയേറ്റ്. ജൂൺ 29 ഞായർ രാവിലെ 8:30 മലങ്കര സുറിയാനി ജ്ഞാനായ അതിഭദ്രാസനത്തിലെ സീതത്തോട് സെൻറ്റ് ജോർജ് ജ്ഞാനായ പള്ളിയുടെ നേതൃത്വത്തിൽ ഫാദർ ആൻഡ്രൂസ് കടപ്പനങ്ങാട്ട് ദിവ്യബലി അർപ്പിക്കും. തുടർന്ന് 11:30 മലങ്കര കത്തോലിക്ക സഭ പത്തനംതിട്ട രൂപതയിലെ കോട്ടമൺപാറ സെൻറ്റ് ജോസഫ് മലങ്കര കത്തോലിക്ക പള്ളിയുടെ നേതൃത്വത്തിൽ ഫാദർ ഷൈജു മാത്യു OAC ദിവ്യബലി അർപ്പിക്കും. ജൂൺ 30 തിങ്കളാഴ്ച രാവിലെ 7:30 യാക്കോബായ സുറിയാനി സഭയുടെ നേതൃത്വത്തിൽ ഫാദർ എബി സ്റ്റീഫൻ ദിവ്യബലി അർപ്പിക്കും. തുടർന്ന് 10 മണിക്ക് സിറോ മലബാർ കത്തോലിക്ക സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് എമരിറ്റസ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ദിവ്യബലി അർപ്പിക്കും. ജൂലൈ 1 ചൊവ്വാഴ്ച രാവിലെ 9 മണിക്ക് സിറോ മലബാർ സഭ കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന ദിവ്യബലിയിൽ കാഞ്ഞിരപ്പള്ളി രൂപതയിലെ വൈദികർ സഹകാർമ്മികരാകും. ജൂലൈ 2 ബുധനാഴ്ച രാവിലെ 7 മണിക്ക് മലങ്കര ഓർത്തഡോക്സ് സഭ നിലയ്ക്കൽ ഡിസ്ട്രിക്റ്റിലെ പള്ളികളുടെ നേതൃത്വത്തിൽ മാത്യൂസ് മാർ തെവോദോസിയോസ് മെത്രാപ്പോലിത്തായുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ദിവ്യബലി അർപ്പിക്കും. തുടർന്ന് രാവിലെ 9 മണിക്ക് മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ സഫ്രഗൻ മെത്രാപ്പോലിത്തായും റാന്നി നിലയ്ക്കൽ ഭദ്രാസനാധ്യക്ഷനുമായ ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫഗ്രൻ മെത്രാപ്പോലിത്തായുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ദിവ്യബലി അർപ്പിക്കും. ഉച്ചയ്ക്ക് 12:05 CSI മധ്യകേരള മഹാ ഇടവക ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ദിവ്യബലി അർപ്പിക്കും. ജൂലൈ 3 വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക് മലങ്കര കത്തോലിക്ക സഭ മാവേലിക്കര രൂപതയുടെ പ്രഥമ രൂപതാധ്യക്ഷൻ ബിഷപ്പ് എമരിറ്റസ് ഡോക്ടർ ജോഷ്വ മാർ ഇഗ്നാത്തിയോസ് മെത്രാപ്പോലിത്തായുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ ബലി അർപ്പിക്കും. തുടർന്ന് അഭിവന്ദ്യ പിതാവിൻ്റെ സ്തുത്യർഹമായ സേവനത്തിന് സ്നേഹാദരവും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ ചടങ്ങിന് ശേഷം കൊടിയിറക്ക്, തുടർന്ന് നേർച്ച വിളമ്പും ഉണ്ടാകും.